നമ്മൾ മൂസ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാലഘട്ടം മുതൽ ഇനി രണ്ടാം ഭാഗം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. നമ്മുടെ ഇടയിലും ചർച്ചകളുണ്ടായിരുന്നു. ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ രണ്ടാം പാർട്ട്. അത് ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും, അടുത്ത ആഴ്ച തുടങ്ങും, അടുത്ത മാസം തുടങ്ങും, അടുത്ത വർഷം തുടങ്ങും. അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പം അടുത്ത സമയത്ത് അതിനെപ്പറ്റിയുള്ള ഒരു അപ്ഡേഷൻ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയാണ് ആ രണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ CID മൂസയുടെ രണ്ടാം പാർട്ടും റൺവേയുടെ രണ്ടാം പാർട്ടും. ഈ രണ്ട് സിനിമകളുടെ രണ്ടാം പാർട്ട് വരുന്നുണ്ടെന്ന് കുറേ നാളുകൊണ്ട് പറയുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സിനിമ വരുവോ വരത്തില്ലയോ, ഇത് വന്നാൽ ഇപ്പോഴത്തെ പ്രേക്ഷകർ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ, ഇതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഒന്ന് അവസാനം വരെ ഒന്ന് കാണണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ CID മൂസയുടെ ഡയറക്ടർ ജോണി ആൻ്റണി ഇപ്പോൾ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. CID മൂസയുടെ രണ്ടാം പാർട്ടിൻ്റെ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദിലീപും ഇതുപോലെ അപ്ഡേറ്റ് കൊടുത്തേ. ഇതൊക്കെ ഒരു വർഷം മുന്നേ നടന്ന കാര്യമാണ്. പക്ഷേ അതിന് ശേഷം ഇനി ആ പടം ഇറങ്ങിയാൽ വല്ല ഗുണമുണ്ടോ എന്നും ഞാൻ പറയാം. ആദ്യം നമുക്ക് ജോണി ആൻ്റണിയുടെ ആ അപ്ഡേഷനിലോട്ട് ഒന്ന് പോവാം. നമ്മൾ മൂസ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാലഘട്ടം മുതൽ ഇനി രണ്ടാം ഭാഗം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. നമ്മുടെ ഇടയിലും ചർച്ചകളുണ്ടായിരുന്നു. സമീപകാലത്തായിട്ട് അതിൻ്റെ ഇത് കൂടിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ദിലീപിൻ്റെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്, അതായത് എല്ലാവരും അന്ന് രണ്ടാം ഭാഗം ചെയ്താലോ, കാരണം ഇനി അങ്ങോട്ട് വൈകുന്നത് അത്ര നല്ലതല്ല. കാരണം എല്ലാവർക്കും പ്രായമായൊക്കെ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മൂസയുടെ ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അതൊരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പരിസമാപ്തിയോടുകൂടി മാത്രമേ നമുക്കൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ. ഇതാണ് ജോണി ആൻ്റണി പറഞ്ഞത്. ഇനി അടുത്ത ദിലീപ് പറഞ്ഞ എന്തുവാന്ന് നോക്കാം. അപ്പൊ എല്ലാം അഭിനയത്തിന്റെ പുറകെയാണ് ജോണി, ഭയങ്കര ബിസിയാ. പക്ഷെ ഇന്ന് ജോണി തന്നെ കയറി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ 27 നമ്മൾ CID മൂസയും കൊണ്ടുവരും എന്നാ പറഞ്ഞിരിക്കുന്നത്. ജോണിയുടെ ഉത്തരവാദിത്വമാണ്. CID മൂസ എന്ന് പറഞ്ഞത് 2003 ഇറങ്ങിയ സിനിമയാണ്. ജോണി ആൻ്റണിയുടെ ആദ്യത്തെ ഡയറക്ഷനിൽ വന്ന സിനിമയാണ്. അപ്പം ആ സിനിമ അത്യാവശ്യം ആ സമയത്ത് നല്ല രീതിയിൽ ഓടിയതാണ്. അപ്പം അതിനെക്കാട്ടിലും നല്ലോണം ഓടിയതായിരുന്നു. ക്ലാഷ് ഉണ്ടായിരുന്നു. ബാലേട്ടൻ മോഹൻലാലിൻ്റെ ബാലേട്ടൻ ഉണ്ടായിരുന്നു. അന്നത്തെ ഇൻഡസ്ട്രി ഹിറ്റ് ബാലേട്ടനായിരുന്നു. അപ്പം ആദ്യത്തെ സിനിമ ഡയറക്ഷൻ ജോണി ആൻ്റണിയുടെ ആദ്യത്തെ സിനിമ CID മൂസ. അപ്പം ആ പടം ഇപ്പോൾ ഇറങ്ങിയാൽ, അതിൻ്റെ രണ്ടാം പാർട്ട് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ സമയത്ത് ആ CID മൂസ എലവേറ്റ് ചെയ്ത ആക്ടർമാരൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് എടുത്ത് പറയേണ്ടതാണ് ഹരിശ്രീ അശോകൻ. ഇപ്പം വയ്യ, ഹരിശ്രീ അശോകൻ ഇപ്പം വയ്യ. അത് കഴിഞ്ഞിട്ട് ജഗതി ശ്രീകുമാർ, ജഗതി ചേട്ടൻ അത് ഏത് ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങളൊക്കെ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇന്ദ്രൻ സേട്ടൻ, പിന്നെ അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ രാജു, കൊച്ചിൻ ഹനീഫ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ആണ് ആ സിനിമ പൊക്കി ഒരു എലവേറ്റ് ചെയ്ത് കോമഡി എല്ലാം കൂടെ ചേർത്താണ് ആ പടം കൊണ്ടുപോയിരിക്കുന്നത്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ പടം ഒന്നുമില്ല. മുഖ്യമന്ത്രി ആ പടം ഒന്നുമില്ല. ആ പടത്തിനകത്തൂടെ പിന്നെ ആക്ട്രസ്മാർക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. അതിനകത്തൂടെ ഒരു അലന്ന ഒരു റൊമാൻറ്റിക് ട്രാക്ക് കുത്തിക്കയറ്റി, ഒരു വസ്തുവിനും കൊള്ളാത്തൊരു റൊമാൻറ്റിക് ട്രാക്ക് അതിനകത്തൂടെ കുത്തിക്കയറ്റി പോയിട്ടുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി അത് ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും ആ പടത്തിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അല്ലാതെ ഈ കോമഡിക്ക് പ്രാധാന്യം വെച്ച് ഇവരുടെ ഒരു സാന്നിധ്യം ഇപ്പോഴത്തെ മലയാള സിനിമയിൽ വലിയ ഒരു കുറവ് തന്നെ. ആ ഒരു സമയത്ത് ഇപ്പം ഇതിൻ്റെ രണ്ടാം ഭാഗം ഇറക്കണമെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അസെപ്റ്റ് ആവുമെന്ന് തന്നെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു തന്നെ കണ്ടറിയണം. പിന്നെ അവരുടെ പ്രായം, ദിലീപ് കിളവനായി എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്താലേ വരത്തുള്ളൂ. പുള്ളിക്ക് ഇപ്പോൾ ഒന്ന് ഓടാൻ പോലും, ആ CID മൂസയ്ക്ക് തന്നെ ഓടുന്ന ഒരു സീനുണ്ട്. അന്ന് പോലും നല്ലൊരു ഫിസിക്ക്, അത്ര ചെറുപ്പത്തിൽ പോലും അത്ര ഒരു ഫിസിക്ക് പുള്ളിക്കില്ല, അതായത് ദിലീപിന്. അപ്പോൾ ഇപ്പോൾ കിളവനായി ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ രണ്ടാം പാർട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ അത് വിടുന്നതായിരിക്കും നല്ലേ. പിന്നെ ജോണി ആൻ്റണി അത് കഴിഞ്ഞിട്ടും കുറേ സിനിമ ചെയ്ത്. കൊച്ചി രാജാവ് എന്ന് പറയുന്നത് രജനി സാറിൻ്റെ തന്നെ ഒരു ഭാഷയുടെ, നിങ്ങൾ ഭാഷ കണ്ടു കാണുമല്ലോ, ഭാഷയുടെ ഒരു കോപ്പി അടിയാണ് ഈ കൊച്ചി രാജാവ്. ഭാഷയ്ക്കകത്ത് രജനി സാർ ഏത് ലെവലിൽ കൊണ്ട് വെച്ചേക്കുന്ന പടമാണെന്ന് ആലോചിക്കണം. കണ്ടാൽ രോമാഞ്ചം വരും. ഭാഷ കണ്ടാലും മതി വരാത്തൊരു സിനിമ. എനിക്ക് രജനി സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഭാഷയും അരുണാചലം, ഈ പടങ്ങളൊക്കെയായി. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കുറേ പല പടങ്ങൾ എന്ന് വെച്ചാൽ ആക്ഷൻ ഓവറാക്കി കഴിഞ്ഞ് ചെയ്ത കുറേ പടങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ആ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഭാഷയെ കണ്ടു കഴിഞ്ഞാൽ രോമാഞ്ചം വരും. ആ പടമാണ് കൊച്ചി രാജാവിൽ കൊണ്ടുവന്ന് അതിനകത്ത് ഒരു അലന്ന ഒരു ലവ് ട്രാക്കും കുറച്ച് അലന്ന കോമഡിയും കൂടെ കയറ്റി അത് വേറെ എന്തൊക്കെയോ രീതിയിൽ ആക്കിയെടുത്തേക്കുന്നത്. ആ സമയത്തും ദിലീപിന് ആക്ഷനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വേറൊരു സ്കില്ല, അതൊന്നും ഈ പുള്ളിക്ക് ഇല്ല.
ആഷിനകത്ത്. അത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ജോണി ആൻ്റണി ചെയ്തത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സിഐഡി മൂസയും സൈക്കിളുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം ചെയ്തത് തോപ്പിൽ ജോപ്പൻ. അപ്പോൾ അതിൻ്റെ പേര് ഞങ്ങളൊന്ന് മാറ്റി പുലിമുരുകൻ്റെ കൂടെ ആയിരുന്നു ഇറങ്ങിയത്. അതിൻ്റെ ഹിറ്റ് കാരണം ഇത് ആരും ശ്രദ്ധിക്കപ്പെട്ടത് പോലുമില്ല. അപ്പോൾ ഞങ്ങൾ മാറ്റിയായിരുന്ന പേര് പോപ്പിൽ പോപ്പൻ. ജോണി ആൻ്റണി അത് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ ചെയ്ത സിനിമ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ ഗേരഡ്, അയ്യേ. അത് കഴിഞ്ഞിട്ട് പട്ടണത്തിൽ ഭൂതം, അയ്യേ. അത് കഴിഞ്ഞിട്ട് അവസാനം ഈ പടം ഇപ്പം ഏതാ തോപ്പിൽ ജോപ്പൻ. അപ്പോൾ ഈ സമയത്തൊക്കെ പുള്ളി എന്തോ ഇനി വയറ് വെച്ച് ഡയറക്ഷൻ ചെയ്യുമോ? അപ്പോൾ ആ പരിപാടി അങ്ങ് വിടുന്നതായിരിക്കും നല്ലത്. അതായത് സിഐഡി മൂസ രണ്ടാം പാർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. രണ്ടുപേരോടും കൂടാണ്, ദിലീപിനോടും ഈ ജോണി ആൻ്റണിയോട് പറയുന്നത്. നിങ്ങളെ കൊണ്ട് ഇപ്പം ഇത് പൊക്കാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോൾ പൊക്കാൻ നോക്കുവാണെങ്കിൽ അത് പണ്ട് പൊക്കിക്കൊണ്ടിരുന്ന പൊക്കാൻ ശ്രമിച്ച ആക്ടർമാരൊന്നും ഇപ്പം ഇല്ല. അതുകൊണ്ട് അതങ്ങ് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തത് റൺവേയുടെ രണ്ടാം പാർട്ട്. അതിനെപ്പറ്റി പറഞ്ഞാലും അതിൻ്റെ ഡയറക്ടർ ജോഷി, അതിൻ്റെ ഡയറക്ടർ ജോഷി ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ പണ്ട് തൊട്ടേ പിടിക്കുന്ന പടങ്ങളാണ് ജോഷി. ഈ പടം രജനി സാറിൻ്റെ ഒരു പഴയ സിനിമയുടെ ഒരു കോപ്പിയാണ് റൺവേ. അതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ രജനി അവരുടെ കൊച്ചു പരുവത്തിൽ തന്നെ ഈ അനിയനെ പഠിപ്പിക്കാൻ വേണ്ടി ഇയാൾ ഷൂ പോളിഷ് ചെയ്തും അതിനകത്തൊരു ഇമോഷൻ ഉണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇമോഷൻ കിട്ടും. ഈ റൺവേയുടെ കൂട്ടുന്നല്ല ഒരു ഇമോഷൻ ഉണ്ട്. റൺവേ ആയാലും അതിനകത്തൊരു അലന്ന ഒരു ലവ് ട്രാക്കും എടുത്ത് അതൊരു കുളമാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെയിം കോപ്പിയാണ്, അത് സീൻ ബൈ സീൻ ചില സീനൊക്കെ എടുത്ത് കോപ്പി ചെയ്താണ് ഈ റൺവേ എടുത്തു വച്ചേക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു വിട്ടു, അന്നത്തെ ദിലീപിൻ്റെ ഫിസിക്ക് അന്നായാലും പുള്ളി അത് ഒപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഒരു കുനിഞ്ഞ് നിന്ന് ഒരു വളി വിടാൻ പോലും പറ്റാത്തൊരു ആക്ടറാണ് ഈ ദിലീപ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് ആക്ഷൻ ചെയ്യാൻ അത്ര പാടാണ്, അന്നായാലും ചെറുപ്പത്തിലായാലും ഇപ്പോഴായാലും. പിന്നെ ജോഷിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ആനപ്പുറത്തിരുന്ന തഴമ്പ് ചന്തിയിൽ ആ തഴമ്പ് കാണിച്ച് ഇപ്പോഴത്തുള്ള പ്രേക്ഷകരെ കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇയാളെക്കാട്ടിലും ജോഷിയെക്കാട്ടിലും നല്ല ഡയറക്ടർമാർ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അയാൾ ജോഷി ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലോണം ഷോർട്ട് ഫിലിം ഡയറക്ഷൻ ചെയ്തവർ ഇപ്പം പടം എടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കാണിച്ചുകൊണ്ടിരുന്ന പരിപാടി ഇപ്പോൾ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല ഡയറക്ടർമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പടമായാലും, അതായത് സിഐഡി മൂസയുടെ രണ്ടാം പാർട്ട് എടുത്താലും റൺവേയുടെ രണ്ടാം പാർട്ട് എടുത്താലും ഈ സമയത്തുള്ള പ്രഷർ ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അവരുടെ ആ സമയത്തുള്ള ഫിസിക്കും ഏജും അല്ല ഇപ്പോഴുള്ളത്. ഇപ്പം കിളവനായി, ദിലീപ് മുതുകിളവനായി. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അയാൾക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. അന്നേ ഒന്നും കോമഡി കുറച്ച് കാണിക്കാൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം പുള്ളിയെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് പടം ഒന്ന് അക്സെപ്റ്റ് എടുക്കാൻ നോക്ക്. അതേ എനിക്ക് ഈ ഇതിനോട് പറയാനുള്ളൂ. പിന്നെ ഞാൻ +1 പഠിക്കുമ്പോൾ സിഐഡി മൂസയുടെ രണ്ടാം പാർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ മൂസ സ്വിറ്റ്സർലാൻഡിലും അങ്ങോട്ട് കേസന്വേഷിക്കാൻ പോകുന്നതായിട്ടാണ് അതിൽ നിർത്തിയേക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റോറി ആയിട്ട് വരുന്ന രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. മൂസ ഇൻ സ്വിറ്റ്സർലാൻഡോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി അന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെയും നീണ്ടുപോയി. അന്നിറക്കിയാലും പാടാണ്. അന്നിറക്കിയാലും ആ സിനിമ ഓടുമെന്ന് വെച്ചാൽ പാട് തന്നെ. ഇപ്പം ഓടത്തില്ലെന്ന് കൺഫേം ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ അത് വിടുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.